പുതിയ കാഴ്ചകൾ, പുതിയ ലോകം. അഭി അത്ഭുതത്തോടെ നോക്കി. നേരം ഇരുട്ടുന്നത് കൊണ്ട് തന്നെ എല്ലാ ഷോപ്പിന്റെയും ലൈറ്റുകൾ തെളിഞ്ഞിട്ടുണ്ട്. വഴിവീഥികൾ മനോഹരമായി ലൈറ്റ് കൊണ്ട് അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ചെന്നൈയുടെ ഭംഗിയേറിയതുപോലെ. ടിവിയിലൊക്കെ കണ്ടതല്ലാതെ ഈ കാഴ്ചകളൊക്കെ പുതുമയേറിയതാണ് അഭിക്ക്. അതുകൊണ്ട് തന്നെ പുറത്തെ കാഴ്ചകൾ അവൾ നല്ലതുപോലെ ആസ്വദിക്കുന്നു. ഒപ്പം സ്റ്റീരിയോയിൽ നിന്ന് വരുന്ന റൊമാൻറ്റിക് സോങ്സും. താൻ ആദ്യമായിട്ടാണോ ചെന്നൈയിലേക്ക് വരുന്നത്? പുറത്തെ കാഴ്ചകൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നവളോടായി ഹർഷൻ ചോദിച്ചു. എന്നാൽ അവന്റെ ചോദ്യങ്ങളിൽ അവളെക്കുറിച്ച് എന്തൊക്കെയോ അറിയാൻ ആകാംക്ഷയുള്ളതുപോലെ. അവന്റെ ശബ്ദം കേട്ടതും അവൾ പുറത്തെ കാഴ്ചകളിൽ നിന്നും അവന്റെ നേർക്ക് നോട്ടം അയച്ചു. ഒപ്പം എന്താണ് ചോദിച്ചതെന്ന സംശയവും അവൾക്ക് വന്നു. എന്തെന്നാൽ അവൻ ചോദിച്ചത് അവൾക്ക് വ്യക്തമായില്ല. അത് അവളുടെ മുഖഭാവം പറയുകയും ചെയ്യും. താൻ ആദ്യമായാണോ അച്ചുവിന്റെ കൂടെ ചെന്നൈക്ക് വരുന്നതെന്ന്? ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? അവൾക്ക് ആദ്യം താൻ ചോദിച്ചത് കേട്ടില്ലെന്ന് മനസ്സിലായവൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. അച്ചു എന്ന് ഉദ്ദേശിക്കുന്നത് ഹർഷനെയാണെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. എന്തെന്നാൽ വീട്ടിൽ വെച്ചും ഹർഷനെ 1-2 തവണ അർജുൻ സംബോധന ചെയ്ത രീതി അവൾ ശ്രദ്ധിക്കുകയുണ്ടായി. ചെന്നൈ ഇഷ്ടമായോ? അർജുൻ ചോദിക്കുന്നതിനെല്ലാം മുക്കിയും മൂളിയും അവൾ മറുപടി പറഞ്ഞു. എന്തെന്നാൽ തുറന്നു പറയാൻ അവൾക്കാവുന്നില്ല. താനായി എന്തെങ്കിലും അബദ്ധം പറഞ്ഞാലോ? അതുകൊണ്ട് എല്ലാത്തിനും അവൾ മൂളുക മാത്രം ചെയ്തു. പക്ഷേ പെണ്ണാകെ വിളറി വെളുത്തിരുന്നു. അവന്റെ ഓരോ ചോദ്യങ്ങളും അവളെ വല്ലാതെ തളർത്തുന്നു. എന്തുത്തരം നൽകും? ദിവസം കടന്നു പോകുന്നുണ്ടെങ്കിലും ഇതുവരെ കാര്യങ്ങൾ വ്യക്തമായി സംസാരിച്ചിട്ടില്ല ഹർഷനെന്ന് അവൾ ഓർത്തു. തന്നെ എന്തിനാ ആ വീട്ടിലേക്ക് കൊണ്ടുവന്നത്? എന്തിനാണ് കല്യാണം എന്നൊരു നാടകം? മറ്റുള്ളവരുടെ മുന്നിൽ തന്നെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? ഒന്നിനും അവളുടെ പക്കൽ ഉത്തരമില്ല. ഓരോന്ന് ആലോചിക്കുന്നതിനനുസരിച്ച് അവളുടെ മുഖഭാവവും മാറുന്നുണ്ട്. എന്നാൽ അവളുടെ പ്രവൃത്തി വ്യക്തമായി നിരീക്ഷിക്കുകയായിരുന്നു അർജുൻ. എന്ത് ചോദിച്ചാലും മൂളി തനിക്ക് മറുപടി തരുന്നവൾ. താൻ ചോദിക്കുന്നതിന് ഒന്നും അവളുടെ പക്കൽ മറുപടിയില്ലെന്ന് അവന് മനസ്സിലായി. അല്ലെങ്കിലും നാടകക്കാരിക്ക് എങ്ങനെ മറുപടി പറയാൻ കഴിയും? അറിയാതെയാണെങ്കിലും അവന്റെ ചുണ്ടിലും പുച്ഛം വിരിഞ്ഞു. കാർ നേരെ ചെന്ന് നിർത്തിയത് 4 നിലയോടു കൂടിയ വലിയൊരു ബിൽഡിങ്ങിന്റെ മുന്നിലാണ്. ബിൽഡിംഗ് മൊത്തത്തിൽ അലങ്കരിച്ചിട്ടുണ്ട്. പല വർണ്ണങ്ങളിൽ, പല ഡിസൈനുകളിലുള്ള ലൈറ്റുകൾ. കണ്ണു ചിമ്മിക്കുന്ന മനോഹാരിത. അവളുടെ കണ്ണുകളും തിളങ്ങി. സ്വപ്നത്തിൽ പോലും അവൾ കരുതിയതല്ല ഇങ്ങനെയൊരു കാഴ്ചകൾ നേരിട്ട് കാണാൻ കഴിയുമെന്ന്. അതേസമയം അവിടെ ഇവിടെയായി ചുറ്റും കൂടി നിൽക്കുന്നവരെയും അവൾ ശ്രദ്ധിച്ചു. ഓരോരുത്തരുടെയും വസ്ത്രധാരണത്തിൽ അവൾക്ക് മനസ്സിലാകുന്നുണ്ട് വലിയ ആൾക്കാരാണെന്ന്. ഒപ്പം താൻ നേരത്തെ ധരിക്കാൻ അറച്ച വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് ഒരുപാട് പെൺകുട്ടികളുണ്ട്. ശരീരത്തിന്റെ പകുതി ഭാഗങ്ങളും പുറത്തു തന്നെ. ആ വേഷവിധാരികളോട് അവൾക്ക് വല്ലാതെ തോന്നി. അതേസമയം അവൾ ചിന്തിക്കാതെയും ഇരുന്നില്ല. ഞാൻ നാട്ടിൻപുറത്ത് വളർന്നതുകൊണ്ടായിരിക്കും എൻ്റെ വേഷവിധാനം ഇങ്ങനെ ആയിപ്പോയത്. തൻ്റെ മുന്നിലുള്ള പെൺകുട്ടികൾക്ക് അവരുടെ വേഷത്തിൽ കോൺഫിഡൻസ് ഉണ്ട്. അതവരുടെ മുഖത്തും കാണുന്നു. അതേ, ഇറങ്ങുന്നില്ലേ? കാർ നിർത്തിയതു മുതൽ ഗ്ലാസ്സിലൂടെ ഓരോ കാഴ്ചകൾ കാണുന്നവളെ അർജുൻ അല്പനേരം നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൻ ചോദിച്ചതും അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ വേഗം ഡോറും തുറന്ന് സീറ്റിൽ നിന്ന് എഴുന്നേക്കാൻ നോക്കി. എന്നാൽ സീറ്റ് ബെൽറ്റ് ഇട്ടതുകൊണ്ട് അവൾക്ക് എഴുന്നേക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ ഒരുപാട് തവണ ശ്രമിച്ചു നോക്കി സീറ്റ് ബെൽറ്റ് അഴിക്കുവാൻ. പക്ഷേ അവൾക്ക് കഴിയുന്നില്ല, അറിയുന്നുമില്ല. കുറച്ചു നേരം അവളുടെ പരുങ്ങൽ നോക്കി നിന്ന അർജുൻ തന്നെ അവളുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് അവളുടെ സീറ്റ് ബെൽറ്റ് പതിയെ അഴിച്ചു. രണ്ടുപേരുടെ നിശ്വാസങ്ങൾ പരസ്പരം അറിയാൻ കഴിയുന്നുണ്ട്. ഒരു വേള അവളുടെ കണ്ണുകൾ അവന്റെ കണ്ണുകളുമായി ഉടക്കി. പെടുന്നനെ അവൾ നോട്ടം മാറ്റുകയും ചെയ്തു. ചെറുപുഞ്ചിരിയോടെ അവൻ തന്റെ സീറ്റിലേക്ക് തന്നെ ഇരുന്നു. അവൻ മാറിയതും അവൾ വേഗം പുറത്തേക്കിറങ്ങി. അവൾക്കെന്തോ അവനെ നോക്കുവാൻ ചമ്മല് തോന്നി. ഇറങ്ങിയതും അവൾ അവനിൽ നിന്ന് നോട്ടം മറ്റെവിടേക്കോ പായിച്ചു. ഡോർ ലോക്ക് ചെയ്ത് അർജുനും പുറത്തേക്കിറങ്ങി. ഇടയ്ക്ക് അഭിയെ നോക്കുകയും ചെയ്യുന്നുണ്ടവൻ. തന്റെ നേർക്ക് നോക്കാതെ മറ്റെവിടെയോ നോക്കി നിൽക്കുന്നവളെ കണ്ടപ്പോൾ അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു, അവൾക്കായി എന്ന പോലെ. ഹലോ അർജുൻ. കാറിൽ നിന്ന് ഇറങ്ങി അവളുടെ അടുത്തേക്ക് നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് പിറകിൽ നിന്ന് തന്നെ വിളിക്കുന്ന ശബ്ദം അർജുൻ കേട്ടത്. അവൻ പെടുന്നനെ തിരിഞ്ഞു നോക്കി. അതേസമയം അഭിയും തിരിഞ്ഞു നോക്കിയിരുന്നു. തങ്ങളുടെ അടുത്തേക്ക് വരുന്നയാളെ കണ്ടതും അഭി ഒന്ന് പരുങ്ങാതിരുന്നില്ല. ഹലോ മാൻ, എത്രയായിടാ കാണാത്തേ? അടുത്തേക്ക് വന്നയാളെ നിറഞ്ഞ പുഞ്ചിരിയോടെ പുണർന്നുകൊണ്ട് അർജുൻ ചോദിച്ചു. ഞാനാണോ? നീയല്ലേ ഒളിച്ചു കളിച്ചത്? എപ്പോൾ ലാൻഡ് ചെയ്തു? അതേ പുഞ്ചിരി അവനിലുമുണ്ട്. ഒപ്പം പുണർന്നവനെ തന്നിൽ നിന്ന് അടർത്തുകയും ചെയ്തു. 1 വീക്ക് ആയതേയുള്ളൂ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നീ ഇപ്പോഴും ഹർഷന്റെ കൂടെ തന്നെയല്ലേ? അതെ. നീ പോയതിനു ശേഷം ഒരു ഉത്സാഹവും ഇല്ലടാ. അവനും നിറഞ്ഞ സന്തോഷത്തോടെ മറുപടി നൽകുന്നുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം തൻ്റെ കൂട്ടുകാരനെ കണ്ടതിലുള്ള സന്തോഷം ആ മുഖത്തുണ്ട്.
ഒപ്പം കുറച്ചുകാലം തൻ്റെ സുഹൃത്ത് ഒപ്പം ഇല്ലാത്തതിനുള്ള വിഷമവും അവൻ്റെ സംസാരത്തിലുണ്ട്. അഗത്, പിന്നെ എന്തൊക്കെയുണ്ട്? രണ്ടുപേരും സംസാരിക്കുന്നത് പേടിയോടെ നോക്കിക്കാണുകയായിരുന്നു അഭി. അർജുന് ഇയാളെ അറിയുമോ? എന്നെ തിരിച്ചറിയില്ലേ? അർജുനോട് ഇയാൾ എല്ലാ കാര്യങ്ങളും പറയുമോ? ഹർഷൻ അറിഞ്ഞാൽ? ഭയം അവളെ വന്നു മൂടി. താഴേക്ക് വീഴുമെന്നായി പെണ്ണ്. ആരെങ്കിലും തങ്ങളുടെ വിവാഹം നാടകമാണെന്നറിഞ്ഞാൽ അയാൾ എന്നെ വെച്ചേക്കില്ല. അതിനോടൊപ്പം താൻ വാങ്ങിച്ച 25 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടി വരും. എന്തു ചെയ്യണമെന്നറിയാതെ അവൾ ആകെ പതറി. എന്നാൽ അവർ രണ്ടുപേരും നല്ല സംസാരത്തിലാണെന്ന് കണ്ടതും അവൾ പതിയെ കാറിൻ്റെ അടുത്ത് നിന്ന് നീങ്ങി. തന്നെ കണ്ടാലേ കുഴപ്പമുള്ളൂ, ഇല്ലെങ്കിൽ തന്നെക്കുറിച്ചൊന്നും അവരുടെ ഇടയിൽ സംസാരം വരില്ല. വലിയൊരു പില്ലറിന് പുറകിലായി നിന്നുകൊണ്ട് അവൾ അവരുടെ ചലനങ്ങൾ നിരീക്ഷിച്ചു. അല്പസമയം കഴിഞ്ഞതും രണ്ടുപേരും കൈകൊടുത്ത് പിരിഞ്ഞപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത്. അകത്ത് പോയി കഴിഞ്ഞതും കാറിൻ്റെ സൈഡിൽ നിൽപ്പുണ്ടായിരുന്ന അഭിയെ അർജുൻ നോക്കി. എന്നാൽ അവളെ അവിടെ അവൻ കാണുന്നുണ്ടായിരുന്നില്ല. അവൻ ചുറ്റും നോക്കി. പെണ്ണിനെ ആ ഭാഗത്തൊന്നും കാണുന്നില്ല. അവൻ സംശയത്തോടെ ചുറ്റും നോക്കി. അതേസമയം അർജുൻ തന്നെയാണ് അന്വേഷിക്കുന്നതെന്ന് മനസ്സിലായതും അവൾ പില്ലറിൻ്റെ പുറകിൽ നിന്ന് മുന്നോട്ടേക്ക് വന്നു. താൻ എവിടെ പോയിരിക്കുമായിരുന്നു? തൻ്റെ മുന്നിലേക്ക് അഭി എത്തിയതും അർജുൻ ഉയർന്ന നിശ്വാസത്തോടെ അരയ്ക്ക് 2 കൈയും വെച്ച് ചോദിച്ചു. ഞാൻ അവിടെ എന്തു പറയണമെന്ന് അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എന്തായാലും താൻ ചോദിച്ച ചോദ്യത്തിന് അവളുടെ പക്കൽ ഉത്തരമുണ്ടാകില്ലെന്ന് അർജുന് ഉറപ്പുണ്ട്. അഥവാ ഉണ്ടായാലും അവൾ പറഞ്ഞു തീരുമ്പോഴേക്കും ഒരു സമയവുമാവും. വാ, ഹർഷൻ അകത്തുണ്ടാകും. പിന്നെ ഒന്നും അവൻ ചോദിക്കാൻ നിന്നില്ല. അവളെയും കൂട്ടി റിസപ്ഷൻ ഹാളിലേക്ക് വന്നു. ഹാളിലേക്ക് നടക്കുമ്പോൾ ചുറ്റുമുള്ള കണ്ണുകൾ അഭിയിലേക്കും അർജുനിലേക്കുമാണ്. കാരണം മറ്റൊന്നുമല്ല, അവിടെയുള്ള പല മുഖങ്ങൾക്കും അർജുനെ പരിചയമുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് അർജുനെ എല്ലാവരും കാണുന്നത്. അതേസമയം അവൻ്റെ കൂടെ ഒരു പെൺകുട്ടിയും, അതും സുമംഗലിയായവൾ. സംശയിക്കാതിരിക്കാൻ വേറൊന്നും വേണ്ടി വരുന്നില്ല. അർജുൻ, തൻ്റെ മാരേജ് കഴിഞ്ഞുവോ? തൻ്റെ ആളെ പരിചയപ്പെടുത്തി തരുന്നില്ലേ? ഹലോ അർജുൻ, കല്യാണത്തിനോ ക്ഷണിച്ചില്ല. എപ്പോഴാ നമുക്ക് പാർട്ടി തരുന്നത്? യുവർ വൈഫ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. നമുക്കും പരിചയപ്പെടുത്തി താടാ തൻ്റെ വൈഫിനെ. അർജുനും അഭിയും ഒപ്പം നടന്നു വരുന്നത് കണ്ടതും ഹാളിലുള്ള അർജുനെ പരിചയമുള്ള 1-2 പേർ അവരുടെ അടുത്തേക്ക് വന്നു. കല്യാണം ക്ഷണിക്കാത്തതിനുള്ള പരാതി എല്ലാവർക്കും ഉണ്ടായി. ഓരോരുത്തർ പറയുന്നതിനിടയിൽ സത്യാവസ്ഥ എന്താണെന്ന് പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അർജുന്. അവൻ അഭിയെയും നോക്കി കാണുന്നുണ്ട്. അവളും അതിശയത്തോടെ എല്ലാവരെയും നോക്കിക്കാണുകയാണെന്ന് അവന് തോന്നി. എന്നാൽ അവളുടെ മുഖത്ത് അതിശയമല്ല, ഭയമാണെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. അതേ ഭയത്തോടെ അവൾ അർജുനെ നോക്കി. അവനാണെങ്കിൽ എല്ലാവരുടെയും ചോദ്യം കേട്ട് ചെറുചിരിയോടെ നിൽപ്പുണ്ട്. ഏതു നിമിഷവും താൻ ഹർഷന്റെ ഭാര്യയാണെന്ന് അർജുൻ പറയുമെന്ന് അവൾക്ക് ഉറപ്പായി. പിന്നെ അവൾ മറ്റൊന്നും ചിന്തിച്ചില്ല. അർജുന്റെ കൈയും പിടിച്ച് മുന്നോട്ട് ഒറ്റ നടപ്പായിരുന്നു. തങ്ങളോട് സംസാരിച്ചവരെ പോലും അവൾ മൈൻഡ് ചെയ്തില്ല. എന്നാൽ അഭിയുടെ ഈ പ്രവൃത്തി അർജുനെ അമ്പരപ്പിച്ചു. എന്തിനാണ് തന്നെ ഈ പെണ്ണ് പിടിച്ചു വലിച്ചു കൊണ്ടു പോകുന്നത്? അതും അവരോടൊന്നും സംസാരിക്കുക പോലും ചെയ്യാതെ. അവരെന്ത് കരുതും? ഡോ, താൻ എവിടേക്കാ വലിച്ചുകൊണ്ടു പോകുന്നത്? എല്ലാവരുടെയും മുന്നിൽ നിന്ന് മാറിയതും അർജുൻ സ്റ്റോപ്പായി. അതേസമയം അവളും തിരിഞ്ഞു നിന്ന് അവനെ പകപ്പോടെ നോക്കി. തന്നോടാ ചോദിക്കുന്നത്, എന്തിനാ അവരുടെ ഇടയിൽ നിന്നും എന്നെ വലിച്ചു കൊണ്ടുവന്നത്? ആദ്യം നല്ല രീതിയിൽ സംസാരിച്ചിരുന്നവൻ്റെ സ്വരം ഇപ്പോൾ കടുപ്പമായി. അതുപോലെ അവൻ്റെ മുഖഭാവവും ദേഷ്യത്തിലേക്ക് വഴിമാറി. അത് കണ്ടതും അവളുടെ കൈകൾ താനെ അവൻ്റെ കൈപ്പിടിയിൽ നിന്ന് അടർന്നു. അത് പിന്നെ ഒരു നിമിഷം അവൾ പതറിപ്പോയി. ഏത് പിന്നെ? അവളുടെ ഈ പരിങ്ങൾ അവന് തീരെ പിടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ സംസാരവും മാറി തുടങ്ങിയിരുന്നു. അത് പിന്നെ എൻ്റെ വീട്ടിൽ എന്തു പറയും? പെട്ടെന്നൊരുത്തരം അവളുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. ഛേ, അവരൊക്കെ എന്താ കരുതുക? നിന്നെയും കൂട്ടി വന്ന എന്നെ വേണം പറയാൻ. വെറുതെ അല്ല നിന്റെ കെട്ടിയോൻ നിന്നെയും കൂട്ടാതെ വന്നത്. ഛേ, ഒരു മാനേഴ്സുമില്ലാത്ത സാധനം. അവൻ്റെ അമർഷം മുഴുവൻ അവൻ്റെ വാക്കുകളിൽ അവൻ പ്രഹരിച്ചു. എന്തിനാണ് അവരുടെ ഇടയിൽ നിന്ന് തന്നെ കൂട്ടിക്കൊണ്ടു വന്നത് എന്നതിന് പോലും പെണ്ണിൻ്റെ കയ്യിൽ ഉത്തരമില്ലാത്തത് അവനെ വല്ലാണ്ട് ചൊടിപ്പിച്ചു. എന്നാൽ അവൻ പറഞ്ഞതിനൊന്നും മറുവാക്ക് പറയാതെ അവൾ കണ്ണിൽ വെള്ളം നിറച്ച് അവിടെ തന്നെ നിന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ അർജുൻ പറഞ്ഞത് എത്രമാത്രം ശരിയാണെന്ന് അവൾ ഓർത്തു. തന്നെ ആരുടെയും കൂടെ കൂട്ടാൻ പറ്റില്ല. പണത്തിനു വേണ്ടി ജീവിതം വിറ്റവളല്ലേ. ഇങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് പോലും തന്നെ കൊണ്ടുവരണ്ടായിരുന്നു. അവളുടെ ഹൃദയം നന്നായി വിങ്ങി. അതിനെന്ന പോലെ അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ അടിഞ്ഞുകൂടി. പുറത്തേക്ക് വെമ്പി നിൽക്കുന്ന കണ്ണുനീരിനെ അവൾ അടക്കി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവളുടെ മനസ്സിന്റെ നീറ്റൽ കൂടുന്നതിനനുസരിച്ച് ആ കണ്ണുനീർ ഓരോ തുള്ളിയായി നിലംപതിക്കാൻ തുടങ്ങിയിരുന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയവൻ കാണുന്നത്
ചുണ്ടുകൾ കടിച്ചു പിടിച്ച് വിതുമ്പിക്കൊണ്ട് കണ്ണുനീർ പൊഴിക്കുന്ന പെണ്ണിനെയാണ്. ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ അവൾ നന്നേ പാടുപെടുന്നുണ്ട്. അവളെ ആ രീതിയിൽ കണ്ടപ്പോൾ അവന് വല്ലാതെയായി. അങ്ങനെ പറയണ്ടായിരുന്നു എന്നു പോലും അവന് തോന്നിപ്പോയി. സോറി, ഞാൻ അറിയാതെ. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അർജുന് അറിയുന്നില്ല. പ്ലീസ്. അറിയാതെ പറഞ്ഞു പോയതാ. അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. ഇപ്പോൾ അവനുള്ളത് അവളുടെ നേരെയാണ്. ദൂരെ നിന്ന് കാണുമ്പോൾ ആർക്കും തോന്നും അവനും അവളും അകലമില്ലാതെ നിൽക്കുകയാണെന്ന്. ഡോ, കരയല്ലേ. ഞാൻ സോറി പറഞ്ഞില്ലേ. നീ അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് എന്നെ വലിച്ചുകൊണ്ടു വന്നപ്പോൾ അവരെന്താ കരുതുക? സോറി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. എന്നിട്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവുന്നുണ്ടായിരുന്നു. അടക്കി പിടിക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സ് അതിന് സമ്മതിക്കുന്നില്ല. എടാ പ്ലീസ്. അവൻ തന്നെ അവളുടെ കണ്ണുനീർ പതിച്ച കവിളുകൾ തൻ്റെ കയ്യാലെ ഒപ്പിയെടുത്തു. എന്നാൽ പ്രതീക്ഷിക്കാതെ അവൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു നീക്കം വന്നതും അവൾ രണ്ടടി പിറകിലേക്ക് മാറി. അവൾ പെടുന്നനെ അവനെ ഞെട്ടലോടെ നോക്കുകയും ചെയ്തു. ഇതേ സമയം അവനും ചിന്തിക്കാതിരുന്നില്ല, താനിപ്പോൾ എന്താ ചെയ്തത്? അബദ്ധമായി പോയില്ലേന്ന്. എങ്ങനെയായാലും ഇപ്പോൾ ഇവൾ ഹർഷന്റെ ഭാര്യയാണ്. അവളെയാണ് താൻ. ഒരു നിമിഷം രണ്ടുപേരും നിശ്ചലരായി പോയി. എന്നാൽ ഇതേ സമയം കത്തുന്ന കോപക്കണ്ണുകളോടെ അവൻ നോക്കി നിൽപ്പുണ്ടായിരുന്നു രണ്ടുപേരെയും. തൻ്റെ കയ്യിൽ അഭിനയ കിട്ടിയാൽ ചുട്ടു ഭസ്മമാക്കാനുള്ള അഗ്നി അവൻ്റെ കണ്ണുകളിലുണ്ട്. ദേഷ്യം കൊണ്ട് അവൻ്റെ കൈമുഷ്ടികൾ ചുരുണ്ടു. ഇതേ സമയം ഹർഷന്റെ തൊട്ടരികിലുള്ള ജോ അവൻ്റെ തോളത്ത് കൈവച്ചു. നീ എന്തിനാ അവരെ ശ്രദ്ധിക്കുന്നത്? അവൾ ഏതവളായാലും നിനക്കെന്താ? വീട്ടിൽ മാത്രമല്ലേ അവൾ നിന്റെ ഭാര്യയായിട്ടുള്ളൂ. ഹർഷന്റെ നോട്ടം അഭിയിലും അർജുനിലുമാണെന്ന് മനസ്സിലായതും ജോ അവൻ്റെ അടുത്ത് വന്നു പറഞ്ഞു. അതെ, ജോ പറഞ്ഞതാണ് ശരി. നീ എന്തിനാ അവളെ ശ്രദ്ധിക്കുന്നത്? നവിയും ജോയുടെ വശം ചേർന്നു. എന്നാലും അവളിപ്പോൾ എൻ്റെ ഭാര്യയല്ലേ. നാളെ മറ്റാരെങ്കിലും അതറിഞ്ഞാൽ? ഛേ, അകത്തെവിടെ? രോഹനെയും വിളിക്ക്. അവന്മാരോട് ഞാൻ പറഞ്ഞതാ വിശ്വാസമുള്ളവരെ മാത്രം മതിയെന്ന്. പറയുമ്പോൾ ഹർഷൻ പല്ലുകൾ കടിക്കുന്നുണ്ടായിരുന്നു. അത്രയും ദേഷ്യം തോന്നുന്നുണ്ട് അഭിയോട് അവന്. അതുമാത്രമല്ല, അർജുനോടൊപ്പം അവളെ കാണുമ്പോൾ അവന് ദേഷ്യം അണപൊട്ടി ഒഴുകുന്നുമുണ്ട്. അർജുന് അവളോടുള്ള കരുതൽ അവനെ ചൊടിപ്പിക്കുന്നു. എന്തിനവരെ വിളിക്കണം? അവൾ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ. നീ അത് മൈൻഡ് ചെയ്യാൻ നിൽക്കേണ്ട. ഇപ്പോൾ അവന്മാരെ വിളിച്ച് കാര്യം അന്വേഷിച്ചാൽ ചിലപ്പോൾ നിന്റെ കയ്യിൽ ഒതുങ്ങിയെന്ന് വരില്ല. അറിയാലോ അകത്തും അർജുനും തമ്മിലുള്ള ബന്ധം. അബദ്ധവശാൽ അകത്ത് അർജുനോട് പറഞ്ഞാൽ നീ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഈ കാര്യം അകത്തിനെ ഏൽപ്പിച്ചത്. ഏത് സമയം അർജുന് നിങ്ങൾ തമ്മിലുള്ള നാടകം വ്യക്തമായി അറിയാൻ പറ്റും. ഹർഷൻ വിളിക്കാൻ പറഞ്ഞതും സേതു ഇടപെട്ടു. സേതു ആ ശ്രമം തടഞ്ഞു. അവർക്കറിയാം അകത്തും അർജുനും തമ്മിലുള്ള ബന്ധം. ചിലപ്പോൾ അഭിയെക്കുറിച്ച് അർജുനോട് പറഞ്ഞാലോ? വെറുതെ ഈ നാടകം പൊളിക്കണോ? 1 വർഷം ഇങ്ങനെ പോട്ടെന്നും അവർ കരുതി. അവൾ എന്തു ചെയ്താലും തന്നെ ബാധിക്കില്ലെന്നും ഹർഷനെ ഓർമ്മപ്പെടുത്തിയിരുന്നു സേതു. എടാ, എന്നാലും അവൾ. സേതു പറഞ്ഞിട്ടും ഹർഷന് ദേഷ്യം കുറഞ്ഞില്ല. എന്തെന്നാൽ അർജുൻ്റെ ഒപ്പമുള്ള അവളുടെ ഓരോ നിമിഷവും ഹർഷനെ അസൂയവാനാക്കുന്നു. കണ്ണുകൾ ഇപ്പോഴും അഭിയിൽ ഉടക്കി നിൽക്കുകയാണ്. എന്നും കാണുന്നതിനേക്കാൾ അവൾ ഇന്ന് സുന്ദരിയായിരിക്കുന്നുവെന്ന് അവളിലേക്കുള്ള ആദ്യ നോട്ടത്തിൽ അവൻ മനസ്സിലാക്കിയിരുന്നു. റിസപ്ഷൻ ഹാളിലേക്ക് അർജുനൊപ്പം അവൾ നടന്നു നീങ്ങി വരുന്നത് ഹർഷൻ നോക്കി നിൽപ്പായിരുന്നു. ചുവന്ന സാരിയിൽ അവൾ ഭംഗിയേറിയതുപോലെ. ലൈറ്റ് മേക്കപ്പ്, സാരിക്ക് മാച്ചായ ആഭരണങ്ങളും ഒപ്പം താലിയും നെറുകയിൽ കട്ടിയിൽ എഴുതിയ സിന്ദൂരവും. ഒരു നിമിഷം അവളുടെ സൗന്ദര്യത്തിൽ ലയിച്ചു പോയിരുന്നു ഹർഷൻ. അർജുനോട് മറ്റുള്ളവർ തൻ്റെ ഭാര്യയാണോ എന്ന് ചോദിച്ച് അടുത്തേക്ക് ചെല്ലുന്നതും അവർ സംസാരിക്കുന്നതും ഒക്കെ ഹർഷൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൂടിയായതും ഹർഷന്റെ ദേഷ്യം വർദ്ധിച്ചു. അർജുൻ്റെ കൂടെ അവൾ വന്നത് അവന് തീരെ ഇഷ്ടമായില്ല. ഭാര്യയാണെന്ന് പറഞ്ഞ് എല്ലാവരും അടുത്തേക്ക് വരുന്നതും അവൾ അവൻ്റെ കൈപിടിച്ച് മുന്നോട്ടു പോകുന്നതും പരസ്പരം എന്തൊക്കെയോ പറയുകയും ചെയ്യുകയും ചെയ്യുന്നതുമൊക്കെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു ഹർഷൻ. അതിൻ്റെ കലിയാണ് ഇപ്പോൾ ചെക്കന്. അവർ രണ്ടുപേരും തമ്മിലുള്ള ഇടപെടൽ മറ്റൊരു രീതിയിലാണ് ഹർഷൻ കാണുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ അവൾ എന്നൊരു പെണ്ണിനെ അവൻ മനസ്സിലാക്കിയതും ആ ഒരു രീതിയിലാണ്. പണത്തിന് വേണ്ടി മാത്രം. പണത്തിന് വേണ്ടി മാനം വിൽക്കുന്നവൾ. നീ അത് വിട്, നീ വന്നേ പറയുന്നതിനോടൊപ്പം നവി ഹർഷനെ പിടിച്ചു വലിച്ച് അവിടെ നിന്നും കൊണ്ടുപോയി. അതേസമയം ഹാളിൽ ചുറ്റും നോക്കിയിട്ടും ഹർഷനെ കാണാത്തതിലുള്ള ഭയം അഭിക്കുണ്ടായിരുന്നു. ഇനി അദ്ദേഹം റിസപ്ഷന് വന്നിട്ടുണ്ടാകില്ലേ? പറയാതെ വന്നതിന് തന്നെ വഴക്കു പറയുമോ? ഒന്നും അറിയാതെ അവളുടെ കണ്ണുകൾ ഹർഷനെ പരതുകയായിരുന്നു. പോകാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അർജുൻ അഭിയുടെ അടുത്തേക്ക് വന്നു. അവളും ബോധിപ്പിക്കാൻ എന്ന പോലെ അവിടുന്ന് കഴിച്ചിട്ടുള്ളൂ. അർജുൻ ഭക്ഷണം കൊണ്ടുവന്ന് നീട്ടിയപ്പോൾ അവൾക്ക് വാങ്ങിച്ചു കഴിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴും അവളുടെ കണ്ണുകൾ ഹർഷനെ തേടുകയായിരുന്നു. നേരത്തെ സംഭവത്തിന് ശേഷം അർജുനെ ഫേസ് ചെയ്യാൻ അവൾക്ക് മടി തോന്നുന്നുണ്ട്. എന്നാലും
ഇപ്പോൾ ഈ റിസപ്ഷൻ ഹാളിൽ അവനല്ലാതെ മറ്റാരും തനിക്ക് അറിയുന്നവർ ഇല്ലാത്തതുകൊണ്ട് മാത്രം അവൾ അവൻ്റെ കൂടെ നിൽക്കുന്നു. യാത്രയിലുടനീളം മൗനമായിരുന്നു അവൾ. അതുപോലെ തന്നെ അർജുനും. എന്നാലും ഇടയ്ക്കൊക്കെ അവൻ അവളെ പാളി നോക്കുന്നുണ്ട്. അവളുടെ മൗനം അവനെ വേദനിപ്പിക്കുന്നു. താൻ നേരത്തെ ചെയ്തത് തെറ്റായിപ്പോയി എന്നവൻ ഇപ്പോൾ തോന്നുന്നു. എന്തുതന്നെയായാലും അവൾ ഇപ്പോൾ ഹർഷന്റെ ഭാര്യയാണ്. ആ ഒരു കാര്യം താൻ മറന്നുപോയി.